നമസ്കാരം. മോദിയുടെ ഗ്യാരണ്ടി, മറക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്യാരണ്ടി, നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്യാരണ്ടി, സംഘപരിവാറിന് BJPക്ക് ഓർക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്യാരണ്ടി, മണിപ്പൂർ ഗ്യാരണ്ടി. മണിപ്പൂർ ഗ്യാരണ്ടി ഒരു വർഷം തികഞ്ഞു. സംഘർഷങ്ങളുടെ ഒരു വർഷം. മോദി ഗ്യാരണ്ടിയുടെ ആകത്തുക. നമസ്കാരം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഗണപതി എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ ബന്ധുവാണ് പിന്നീട് സുന്ദരേശ്വരൻ. അയാളെ സുന്ദരൻ എന്നാണ് വിളിക്കുക. ഇവർ മിടുക്കന്മാരാണ്. നല്ല വലിയ പണക്കാർ വീട്ടിലെ കുട്ടികളാണ്, മിടുക്കന്മാരാണ്, കുറച്ച് കുറുമ്പന്മാരുമാണ്. മാത്രമല്ല നല്ല ആഹാരക്കും കിട്ടുന്ന വീട്ടിൽ നിന്ന് വരുന്ന കാരണമുണ്ട് അവർക്ക് ശാരീരിക ശേഷിയുണ്ട് അവർക്ക്. അപ്പോൾ അവരേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വഴക്കിന് വന്നു കഴിഞ്ഞാൽ അവർ ഓടിക്കാനൊരു മാർഗമുണ്ട്. തെറി പറഞ്ഞാൽ മതി. അത് പിള്ളേർ പഠിച്ചു വച്ചിട്ടുണ്ട്. തെറി പറഞ്ഞാൽ അവർ പിന്നെ അത് തിരിച്ചു പറയില്ല അവർ. അപ്പം അവരെ സ്ഥലം വിടും. ഇതുപോലെ BJPക്കാർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ പോലും BJPക്കാർ വലിയ വർത്തമാനം പറയുമ്പോൾ അവരവരുടെ ആശയങ്ങളെ ഡിസ്മിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുണ്ടാക്കിയ വിപ്ലവങ്ങൾ, അവരുണ്ടാക്കിയ പരിഷ്കാരങ്ങൾ, ഇന്ത്യയെ സൃഷ്ടിച്ചത് തന്നെ അവരാണെന്നാണല്ലോ പറയുക അവരുടെ പ്രസംഗങ്ങളിൽ. ഈ സമയത്ത് ഏത് പത്രസമ്മേളനമാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കവലപ്രസംഗമായിരിക്കാം. അവിടെ BJPക്കാരോട് ഒന്ന് ചോദിച്ചാൽ മതി, മണിപ്പൂരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, കഴിഞ്ഞു. അതോടുകൂടി അവർ അപ്പം തന്നെ സ്ഥലം വിടും. നമ്മുടെ അടുത്ത ഒരു ചീഞ്ഞ കോഴിയുണ്ടല്ലോ, അവരോടൊരിക്കൽ ചോദിച്ചു മണിപ്പൂരിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, നോക്കാം അവിടെ ആണുങ്ങളുണ്ടെന്ന്. അവിടുത്തെ ഉത്തരേന്ത്യയിലെ ആണുങ്ങളുണ്ടെന്ന്. ആണുങ്ങളുടെ ഈ കോഴിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാപുരുഷനാണല്ലോ മോഡി. അയാൾക്ക് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പേടിയാണ്. മോഡിയെ നമ്മൾ പറയാറുണ്ട് മോഡി പേടിയെന്ന്. മോഡിയോട് എല്ലാവർക്കും പേടി. ചാനലുകാർക്ക് പേടി, EDയെ പേടി, മോഡിക്കും പേടി. എവിടെ? മണിപ്പൂരിൽ നിൽക്കുമ്പോൾ. മണിപ്പൂരിൽ കേട്ട് കഴിഞ്ഞാൽ മോഡിക്കും പേടി. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവിന് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ ആ രാഷ്ട്രത്തിൻ്റെ ഒരു സ്റ്റേറ്റ് മുഴുവൻ കലങ്ങി മറയുമ്പോൾ ഒരു വർഷമായി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ഏത് രീതിയിൽ രാഷ്ട്രീയമാകട്ടെ, രാഷ്ട്രീയ നേട്ടത്തിനാകട്ടെ, എന്തിനാണെങ്കിൽ പോലും അത് അവിടെ പോയിട്ടല്ലേ ആ നേട്ടം ഉണ്ടാക്കേണ്ടത്. തിരിഞ്ഞു നോക്കിയിട്ടില്ല. തെറ്റുപറ്റിയതാണ്, തുടക്കത്തിലെ തെറ്റുപറ്റി. അതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം പോലും നടത്തിയിട്ടില്ല. അതൊരു ചില്ലറ സംഘർഷമല്ല അവിടെ ഉണ്ടായത്. വംശീയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. കലാപങ്ങൾ, സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇതെല്ലാം ഈ കേന്ദ്ര സർക്കാർ കണ്ടില്ല എന്നടിക്കുക തന്നെ ചെയ്യുന്നത്. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോഗതം, ആ ഭാഗത്തുള്ളവരുടെ മനോഗതം, മണിപ്പൂർ മാത്രമല്ല ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള എല്ലാവരുടെയും മനോഗതം ജനങ്ങളെ രക്ഷിക്കാൻ ഇനി വേറൊരു രക്ഷകൻ വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർ. ഈ അടുത്ത കാലത്ത് അവിടെ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് അല്ല, വലിയൊരു പൊതുയോഗം, റോഡ് ഷോ, അതിനുശേഷം പൊതുയോഗം. ഇത് ഏകദേശം ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണത്. അതിൽ അവിടെ പ്രസംഗിക്കുന്ന ഒരാൾ അന്ന്
രാഹുൽ ഗാന്ധിയുടെയോ മറ്റൊരു യാത്ര ഭാരത് ജോഡോ യാത്രയോ മറ്റും നടക്കുകയാണ്. ആ സമയത്ത് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് BJP നേതാവ് എന്തൊക്കെയോ പ്രസംഗിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഈ പറയുന്ന കൂടെ നിങ്ങൾ കേട്ടല്ലോ? കേട്ടു. ഇനി നിങ്ങൾ പറയുക, നിങ്ങൾക്ക് മോഡിയെ വേണോ രാഹുലിനെ വേണോ? അവിടെയുള്ള സകല ആൾക്കാരും കൂടി പറഞ്ഞു ആൾക്ക് രാഹുലിനെ മതിയെന്ന്. പൊതുയോഗത്തിലാണ് പറയുന്നത്. സാധാരണ ഒരു നേതാവ് ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ഇരിക്കുന്ന മുഴുവനുള്ള ആൾക്കാരായിരിക്കുമല്ലോ. ഇതേ സംഭവം ഇന്നലെ UP-യിലും ആവർത്തിച്ചിട്ടുണ്ട്, UP-യിലോ ബീഹാറിലോ ആവർത്തിച്ചിട്ടുണ്ട്. അതൊരു സ്ത്രീയാണ്, ഞാൻ TV-യിൽ കണ്ടതാ, പേരെനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. അവൻ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് മോഡിയെ വേണോ രാഹുലിനെ വേണോ? അവരുടെ ആൾക്കാർ മുഴുവൻ പറഞ്ഞു രാഹുലിനെ മതിയെന്ന്. കാരണം ഇന്ത്യൻ ജനത കൊളംബിയൻ ജനതയല്ല. ഇന്ത്യൻ ജനത പല ആഫ്രിക്കൻ കൺട്രീസിലുമുള്ള പോലെ അവിടെ അടിയും തല്ലും വെട്ടും കുത്തും അതവിടുത്തെ ഒരു സാധാരണ സംഭവമാണ്. അങ്ങനെയുള്ള ചില രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എക്കാലവും പിന്തുടരാൻ ആഗ്രഹിച്ചത് ബുദ്ധൻ്റെ പാതയാണ്, ജൈനൻ്റെ പാതയാണ്, മഹാത്മാഗാന്ധിയുടെ പാതയാണ്, സമാധാനത്തിൻ്റെ പാതയാണ്. ആയതുകൊണ്ട് തന്നെ സമാധാനമില്ലായ്മയൊക്കെ ഉണ്ടാകും. ക്രമം തെറ്റിയ ലോകം എവിടെയാണെങ്കിൽ പോലും ക്രമം തെറ്റിയ ജീവിതങ്ങളുണ്ടാകും. അതിന് വേണ്ടുന്ന ഇത് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടുന്ന രീതിയിൽ അതിനു വേണ്ടിയിട്ടാണ് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കയ്യിൽ ചെങ്കോല് കൊടുത്തിട്ടുള്ളത്. വല്ലാതെ രാജ്യ താല്പര്യങ്ങൾക്ക് അനുരോധമല്ലാതെ പ്രവർത്തിക്കുന്ന, ക്രമമല്ലാതെ അക്രമം പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അടക്കം വയ്ക്കാനാണ്, ബലം പ്രയോഗിച്ച് അടക്കം വയ്ക്കാനാണ് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ. അതിനാണ് ചെങ്കോൽ എന്ന് പറയുന്നത്. അവരൊരു കൂട്ടം ആൾക്കാർ മുഖ്യധാരാ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോകുന്നു. പ്രബലന്മാരായിട്ടുള്ള മറ്റൊരു കൂട്ടം ആളുകളെ കൊണ്ട് അവർ തകർന്ന് തരിപ്പണമാകുന്നു. അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ട് തകരുന്നു, സാമൂഹികമായിട്ട് തകരുന്നു, സാംസ്കാരികമായിട്ട് തകരുന്നു. അവരെ മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടുന്ന ബലം പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെങ്കോല് കൊടുത്തിട്ടുള്ളത്. 5 കൊല്ലം ചെങ്കോല് കൊടുത്തിട്ടുള്ളത്. 10 കൊല്ലമായി 10 കൊല്ലത്തെ അധികാരം കൊടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള ഗ്യാരണ്ടികളെക്കുറിച്ച് ഹേ മോദി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ ആളുകൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ അമ്പലം പണിതു, നല്ല കാര്യമാണ്. ശ്രീരാമൻ അമ്പലം പണിതു, നല്ല കാര്യമാണ്. നിങ്ങൾ ശ്രീകൃഷ്ണൻ അമ്പലം പണിതോളൂ, നല്ല കാര്യമാണ്. ഒരാളും എതിര് പറയില്ല. കാളി ഭഗവതിക്ക് അമ്പലം പണിതോളൂ, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ അവിടെ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. അമ്പലം പണിയിൽ മാത്രം ചുരുങ്ങുകയാണ്. ഈ രാജ്യത്തിൽ അപ്പുറത്തെ അമ്പലം നിങ്ങൾ പണിയുന്ന സമയത്ത് എത്ര അമ്പലങ്ങളാണ് നിങ്ങൾ പൊളിച്ചു കളഞ്ഞത്? എത്ര അമ്പലങ്ങളാണ് തകർത്ത് കളഞ്ഞത്? എത്ര ബിംബങ്ങളാണ് തകർത്ത് കളഞ്ഞത്? നിങ്ങൾ ഹിന്ദുക്കളുടെ അമ്പലം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ വോട്ടിന് വേണ്ടി ഹിന്ദുക്കളുടെ അമ്പലം പണിയുന്നു. അവിടെയും ശ്രീരാമ ഭക്തിയല്ല. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികളുടെ അമ്പലം അഥവാ ചർച്ച് നിങ്ങൾ പൊളിച്ചു കളയുന്നു. മുസ്ലിങ്ങളുടെ അമ്പലം അഥവാ മോസ്കുകൾ നിങ്ങൾ നിരത്തുന്നു, ബുൾഡോസർ വെച്ച് നിരത്തുന്നു. മണിപ്പൂരിൽ അവിടെയും മതങ്ങൾ, ജാതികൾ, അവിടെയും പ്രശ്നം അതാണ്. ആ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഏത് രീതിയിലുള്ള തന്ത്രമാണ് ഉപയോഗിച്ചത്? പണ്ട് ആരോ ഒരു അപ്പോത്തിഗിരി പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ, ഇതാ ഇവിടെയാണ് വേദന അല്ലേ, അങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു, കഴിഞ്ഞല്ലോ, ഇവിടുത്തെ വേദന അവസാനിച്ചല്ലോ. നിങ്ങളെന്താ ചെയ്തത്? തലവേദന വരുമ്പോൾ തല വെട്ടിക്കളയുക. അതല്ലേ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? അതല്ലേ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്യാരണ്ടി? അതല്ലേ കാണാൻ കഴിയുന്ന മോദി ഗ്യാരണ്ടി? വേറെന്തുണ്ട് കാണാൻ? മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് പൗഡർ ഇടുന്ന പോലെ സിനിമാ താരങ്ങളൊക്കെ കറുത്തവരായിരിക്കാം, പക്ഷെ അവർ ഫേസ് പൗഡറൊക്കെ ഇട്ട് ഒപ്പി അവിടെ അവരുടെ ടെക്നിക്ക് ഉപയോഗിച്ച് വെളുത്ത ആളായിട്ട് മാറും. ഏതോ ഒരു തമിഴ് സിനിമയിൽ കാമുകി പറഞ്ഞു എനിക്ക് കറുത്ത ആളെ ഇഷ്ടമല്ലെന്ന്. അത് അഭിനയിക്കുന്നത് രജനീകാന്ത്. പിറ്റേ ദിവസം അയാൾ പോയിട്ട് എന്താ കോൾഗേറ്റ് പേസ്റ്റും പൗഡറൊക്കെ ഇട്ട് വെച്ച് തേച്ച് വെളുത്ത ആളായിട്ട് വന്ന ഒരു തമാശ രംഗമുണ്ട്. പക്ഷേ ആ വെളുപ്പിക്കൽ മാത്രമല്ലേ നിങ്ങൾ നടത്തിയത്? വാസ്തവത്തിൽ കുഷ്ഠരോഗത്തെ കുട്ടിക്കൂറ പൗഡർ ഇട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമല്ലേ നിങ്ങൾ നടത്തിയത്? ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പോലും മൂക്കത്ത് വിരൽ വയ്ക്കുകയല്ലേ? നിങ്ങൾ പറയുന്നുണ്ട്
മുസ്ലിം രാജ്യത്ത് വരെ മോദിക്ക് എന്ത് സ്വീകാര്യതയാണെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മോദിക്കല്ല സ്വീകാര്യത. ജൂൺ 4 തീയതി കഴിഞ്ഞാൽ ഇതേ മോദി UAE പോയാൽ, സൗദിയിൽ പോയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ പോയാൽ അവിടെയുള്ള വണ്ടിയും പിടിച്ച് ബസ്സും പിടിച്ച് തേരാപാര നടക്കേണ്ടി വരും. അവിടെ കൊടുത്ത സ്വീകരണം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് സ്വീകരണം. നാളെ കേൾക്കുന്ന നിങ്ങളിലൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്കും കിട്ടും. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സ്വാമിയാർ ഇവിടെ വന്ന് നടന്നിരുന്ന ആളല്ലേ എന്ന് പറയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് അവിടെ സ്വീകരണം കിട്ടിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവർ ബഹുമാനിച്ചത്. പക്ഷെ നിങ്ങളത് മോഡിക്കുള്ള ബഹുമാനമായിട്ട് നിങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടി, അഹങ്കാരത്തിൻ്റെ മൂർധന്യ ഭാവം. മോഡി ഇവിടെ ഏത് രീതിയിലുള്ള ഗ്യാരണ്ടിയാണ് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നത്? ഏതു തരത്തിലുള്ള ഗ്യാരണ്ടികളാണ് ഈ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? എന്തു തന്നെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും കൊണ്ടുവരാൻ പോകുന്നെങ്കിലും എങ്ങനെ സാധിക്കുന്നു? എല്ലാത്തിനും വേണ്ടത് പണമാണല്ലോ. അതും 10 രൂപയോ 20 രൂപയോ 10,000 രൂപയോ അല്ലല്ലോ. അതിന് കോടികളുടെ മേലെ കോടികൾ, ലക്ഷം കോടികൾ വേണം. ഇതെവിടെ നിന്ന് കിട്ടുന്നു? എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കുന്നു. ഇവിടെയുള്ള പിച്ച തണ്ടി നടക്കുന്ന ആളുകൾ പോലും അവർ കുളിക്കാനൊരു സോപ്പ് വാങ്ങിക്കുമ്പോൾ അതിന് ടാക്സ് പോകുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് പോകുന്നുണ്ട്. അവരവരുടെ കുടിലിൽ പിച്ചക്കാരായിരിക്കാം, വൈകുന്നേരം ആഹാരം കഴിക്കണമല്ലോ. അവരുടെ കുടിലേക്ക് അരക്കിലോ അരി വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ ടാക്സ് പോകുന്നുണ്ട്, അവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് മോദിക്കാ ഗ്യാരണ്ടി. അടിമകളെ പോലെ BJPക്കാർ പഞ്ചപുച്ഛം അടങ്ങി നിൽക്കുന്നു. മോദിക്കാ ഗ്യാരണ്ടി എന്ന് പറയുന്ന സമയത്ത് BJPക്കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി അന്തസ്സുണ്ട്. ഞങ്ങളുടെ സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അന്തസ്സുണ്ട്. പക്ഷെ മോദിക്കാ ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറയാൻ കഴിയാത്ത സംഘപരിവാറിൻ്റെ അറ്റം വരെയുള്ള ആളുകളും BJPക്കാരടക്കമുള്ള ആൾക്കാർ അവരടിമകളായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഏതായാലും രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടുത്തെ ഒരാണ്ട് നമ്മൾക്കിവിടെ എല്ലാവർക്കും ഒരു ദിവസമാണ് വിഷു. വിഷുവിൻ്റെ തലേദിവസം രാത്രി ആരംഭിക്കും പിള്ളേർ പടക്കം പൊട്ടിക്കാൻ. അതിൻ്റെ മേലെ കൈ പൊള്ളി കാല് പൊള്ളി എല്ലാ വിഷുവിനുണ്ടാകുന്ന സംഭവമാണ്. ചെറിയ തീപിടുത്തങ്ങൾ, പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ആ പടകത്തിനൊരു തെരി വന്നിട്ട് ഈ പടകം കൂട്ടി വെച്ചോടത്ത് വന്നിട്ട് അതിൻ്റെ അപകടങ്ങൾ. അപ്പോൾ വിഷു തലേദിവസം ആരംഭിച്ച് അന്ന് മുഴുവൻ പടകം പൊട്ടിക്കലാണ്. പക്ഷേ മോദിക്കാ ഗ്യാരണ്ടി നടമാടിയപ്പോൾ ഒരു വർഷമാണ് കഴിഞ്ഞിട്ടില്ല. വിഷു ആഘോഷം പൊട്ടുകയാണ് അവിടെ, പടകം പൊട്ടുകയാണ് അവിടെ. പടകമല്ല എന്ന് മാത്രം, പൊട്ടിത്തെറിക്കുകയാണ് അവിടെ. കഴിഞ്ഞ വർഷം മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങൾ ഒരു വർഷം കഴിഞ്ഞു. മോദിക്കാ ഗ്യാരണ്ടി, മോദിക്കാ ഗ്യാരണ്ടി. ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ മിലിറ്ററി അയച്ചിട്ട്, ഞാൻ ഈ പറയുന്ന രഹസ്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ അമർച്ച ചെയ്യുമെങ്കിലും ചെയ്യണമായിരുന്നു. ജനങ്ങളെ കൊണ്ട് മണിപ്പൂർ ഗ്യാരണ്ടി, മണിപ്പൂരിന്ന് നിങ്ങളെ നോക്കി കളിയാക്കി പറയുന്നൊരവസ്ഥ ഇല്ലാതാക്കാൻ അനിഹിലേഷനെങ്കിലും നടത്താമായിരുന്നില്ലേ മോഡിജി? തുടച്ചു മാറ്റാമായിരുന്നില്ലേ മോഡിജി? ഈ തമ്മിലടി ഇന്ത്യൻ മിലിറ്ററി പോയാൽ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാമായിരുന്നില്ലേ? ഞാൻ പറയുന്നത് തെറ്റാണെന്നറിയാം, അത് ചെയ്യാൻ പാടില്ലാത്തതെന്നറിയാം, അതെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കാലുമ്മയും കയ്യുമ്മയൊക്കെ വലിയ ഡയബറ്റിക് വരുന്ന സമയത്ത് ക്രോണിക് സ്റ്റേജിൽ ചിലപ്പോൾ ആ കാല് വെട്ടിക്കളയും. പിന്നെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഇന്നിപ്പോൾ ഭാരതാംബയുടെ വപുസ്, ഭാരതാംബയുടെ ശരീരം, ആ ശരീരത്തിലൊരു ഭാഗത്ത് ഉണങ്ങാത്ത മുറിവ്, ആരും ഉണക്കാൻ ശ്രമിക്കുന്നുമില്ല. പുഴുവരിക്കുന്ന മുറിവ്, ഇന്നും അത് ഉണങ്ങിയിട്ടില്ല. അതല്ലേ മണിപ്പൂര്? ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, ഇന്ത്യക്കാർക്കാർക്കും മറക്കാൻ കഴിയില്ല.
നിങ്ങൾക്ക് ഓർക്കാനും കഴിയുന്നില്ല, നിങ്ങൾക്ക് ഓർമ്മിക്കാനും കഴിയുന്നില്ല. എവിടെ പോയി കഴിഞ്ഞാലും പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന ഗണപതിയുടെ കാര്യം പറഞ്ഞ പോലെ പിന്നാലെ വന്ന് ഗണപതി എന്നും പറഞ്ഞ് മറ്റേ സാധനം ഒന്ന് അടിച്ചു വിട്ടാൽ പറഞ്ഞാൽ ഓടുമവൻ. ഇതുപോലെയല്ലേ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും മത്സരിക്കാൻ നിൽക്കുന്നവരും നേതാക്കന്മാരും കുട്ടി നേതാക്കന്മാരും എവിടെ ചെന്നാലും എത്ര പത്രാസ് കാണിച്ചാലും സദസ് എന്നൊരു ശബ്ദം മണിപ്പൂർ കഴിഞ്ഞു. പിന്നെ ആരും അവിടെ നിൽക്കില്ല. നിങ്ങൾക്ക് തന്നെ ചൊറിയും മാന്തലാണ്. സ്വയം കൃതാനർത്ഥം വരുത്തി വെച്ചവിന നിങ്ങളുടെ ചെയ്തികളെ കൊണ്ട് സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളെ കൊണ്ട് നിങ്ങൾ വരുത്തി വെച്ചത്. അതിൻ്റെ അഗ്രിമസ്ഥാനത്ത് ആ പ്രശ്നത്തെ ഒരു രൂപമാക്കി രൂപമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ കിരീടമാണ് മണിപ്പൂര്. അതിൻ്റെ കിരീടമാണ് മണിപ്പൂര്. ഒരാൾക്കും മറക്കാൻ കഴിയില്ല. ഭാരതാംബ, നമ്മളെല്ലാവരും പറയേണ്ട ഏത് സ്ത്രീയാണെങ്കിൽ പോലും നമ്മൾ കപ്പലിൽ കയറാൻ ചെല്ലുന്ന സമയത്ത് സ്ത്രീകളെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യും അത്രേ. കാരണം വിമാനം, കപ്പൽ ഇതെല്ലാം സ്ത്രീലിംഗ സ്വരൂപങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേക മാനമാണവിടെ, പ്രത്യേക സ്ഥാനമാണവിടെ. ഇന്ത്യയിലെ സ്ത്രീകളെ നമ്മൾ പറയും ഭാരതാംബ. ഭാരതത്തെ ഒരു അമ്മയായിട്ട് കാണുമ്പോൾ ഇവിടെയുള്ള സകല സ്ത്രീകളെയും അതിൻ്റെ പ്രതിസ്വരൂപങ്ങളായിട്ടാണ് കാണുന്നത്. ആ ഭാരതാംബയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന കാഴ്ച മോഡിജി നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അമ്പയെ പരാജയപ്പെടുകയാണ് നിങ്ങൾ ചെയ്തത്, കാണാൻ കഴിയാത്തത് വഴി. ഞങ്ങളൊക്കെയും കണ്ടു. ഒരു 10-18 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ചുറ്റും ചെന്നായ്ക്കൾ, നടുവിൽ ഒരു കൃഷ്ണമൃഗം, ഒരു മാൻകുട്ടി, അതുപോലെ കൊണ്ടുപോകുന്നത് മറക്കാൻ കഴിയില്ല മോഡിജി, മറക്കാൻ കഴിയില്ല. എന്നിട്ടും നിങ്ങളിപ്പോൾ അലറി നിലവിളിക്കുകയാണ് മോഡിക്ക് ഗ്യാരണ്ടി. നമുക്കെല്ലാം വേണം മോഡിജി. അതിന് മേലെ മറ്റൊന്നുണ്ട്. തമിഴന്മാർ പറഞ്ഞ പോലെ കൽവി ഇരിക്കത്, ശെൽവം ഇരിക്കത്, വീരം ഇരിക്കത്. കൽവി, എഡ്യൂക്കേഷൻ, എല്ലാവരും ഉയരട്ടെ, എഡ്യൂക്കേഷൻ വരട്ടെ. ശെൽവം ഇരിക്കത്, സാമ്പത്തികമായിട്ട് ഉയരട്ടെ, ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. വീരം ഇരിക്കത്, ആരോഗ്യം വരട്ടെ, എല്ലാം വേണം. കൽവി ഇരിക്കത്, ശെൽവം ഇരിക്കത്, വീരം ഇരിക്കത്. എന്നിട്ടും സങ്കടമാണ്. കാരണം എന്താ? നിമ്മതി മട്ടും കിടയാതെ. സമാധാനമില്ല മോഡിജി, സമാധാനമില്ല. ഇനിയും നിങ്ങൾ ഭരിക്കാൻ വേണ്ടി നിങ്ങളിവിടെ മത്സരിക്കുകയാണ്. ഇനിയും നിങ്ങളാണ് ഇവിടെ മത്സരിക്കാൻ, ഇനിയും നിങ്ങൾക്കാണ് ഇവിടെ മാൻഡേറ്റ് കിട്ടുന്നതെങ്കിൽ, ആ ചെങ്കോൽ വീണ്ടും നിങ്ങളുടെ കൈകളിലാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്കറിയാം ഇവിടെ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇന്ത്യ ഉണ്ടാവില്ല, ഞങ്ങളും ഉണ്ടാവില്ല. ഇതുപോലെ തല ഉയർത്തി നടക്കാൻ, ഇതുപോലെ മനസ്സുണർത്തി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. ഇഴഞ്ഞു നടക്കുന്ന അടിമക്കൂട്ടങ്ങളായിട്ട്, എണീറ്റ് നടക്കാൻ കഴിയാത്തവരായിട്ട്, മാനം നഷ്ടപ്പെട്ടവരായിട്ട്, അങ്ങനൊരു ഇന്ത്യയായിരിക്കും നിങ്ങൾ സൃഷ്ടിച്ചു വയ്ക്കാൻ പോകുന്നത്.